നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മള് സ്റ്റുഡിയോയിൽ നിന്ന് മാറി ഇന്നൊരു വെറൈറ്റി സ്ഥലത്താണ് പിടിച്ചത്. കാരണം തീർച്ചയായിട്ടും ലയണൽ ആന്ദ്രയാസ് മെസ്സി വരുന്ന സ്റ്റേഡിയമാണിത്. അടുത്ത ഇനി ഒരു മാസം കൂടിയാണ് ബാക്കി. ലയണൽ മെസ്സിയും അർജന്റീന ടീം വേഴ്സസ് ഓസ്ട്രേലിയൻ ടീം മത്സരം നടക്കുന്ന കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ്. അപ്പൊ പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ടാക്ടിക്സിലേക്ക് സ്പെഷ്യൽ എപ്പിസോഡാണ് എന്നുള്ള കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു. അപ്പൊ മെസ്സിയെയും ഓസ്ട്രേലിയൻ ടീമിനെയും വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മാസം മാത്രമാണ് സമയം ബാക്കിയുള്ളത്. ജോലികളെല്ലാം തകൃതിയായി നടക്കുന്നു. പിച്ചിന്റെ പണികൾ അവിടെ നടക്കുന്നുണ്ട്. പഴയ സീറ്റുകളെല്ലാം ഇളക്കി മാറ്റി പുതിയത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 50,000 സീറ്റുകൾ, 50,000 കപ്പാസിറ്റിയിൽ അർജന്റീന ഓസ്ട്രേലിയ മത്സരം കാണാൻ പറ്റും. എത്രത്തോളം എക്സൈറ്റ്മെന്റിലാണുള്ളത് മിസ്കെ? തീർച്ചയായിട്ടും ഇത് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് മെസ്സി വരുന്നു എന്ന് പറയുമ്പോൾ കൊച്ചിയിലല്ല, ഇന്ത്യയിലെ ഒരു അർജന്റീന ടീമായിട്ടാണ് വരുന്നത്. വെറും ഒരു മെസ്സി അല്ല. അപ്പോൾ അർജന്റീന ടീം എന്ന് പറയുമ്പോൾ ലോക ചാമ്പ്യന്മാരാണ്. അപ്പോൾ ലോക ചാമ്പ്യന്മാർ ഇവിടെ വരുമ്പോൾ ഉള്ള, അതും ഓസ്ട്രേലിയ പോലുള്ള മറ്റൊരു രാജ്യമായിട്ട് കളിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ആവേശം അത്രയും വലുതായിട്ടുണ്ട്. മാത്രമല്ല ഈ സ്റ്റേഡിയമൊക്കെ ഇങ്ങനെ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. പല സീറ്റും മറ്റൊക്കെ നമ്മൾ കണ്ടൊരു കൊച്ചി സ്റ്റേഡിയം ഉണ്ട്. അപ്പം ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരം കാണാൻ വന്നിട്ടുണ്ട്. അപ്പം ആ സമയത്തുള്ള ഓർമ്മകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ മെസ്സി വരുമ്പോൾ തീർച്ചയായിട്ടും അത് കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ മെസ്സി വന്നതിന് ശേഷവും മെസ്സി വന്നതിന് മുമ്പും എന്ന രീതിയിൽ കേരളത്തിന്റെ ഫുട്ബോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്ന സാധനമാണ്, ഇപ്പോൾ മെസ്സി വന്നുകൊണ്ട് അല്ലെങ്കിൽ അർജന്റീന വന്നു പോയിട്ടുണ്ട് എന്താണ് ഗുണമെന്ന്. അതിൽ ഏറ്റവും ചെറിയ ഉദാഹരണത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതായി കലൂർ സ്റ്റേഡിയം മാറുകയാണ്. നമ്മൾ എത്ര വർഷമായിട്ട് സ്റ്റേഡിയം കാണുന്നതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചിന് അതല്ലാതെ മറ്റ് അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴെന്നുള്ള പോലെയല്ല. അപ്പൊ ഈ സീറ്റുകൾ മൊത്തം ഇളക്കി മാറ്റുന്നു, റൂഫ് ഉറപ്പിക്കുന്നു, മറ്റ് ജോലികൾ കൃത്യമായിട്ട് നടക്കുന്നു, എല്ലാം പ്രോപ്പർ ആക്കി മാറ്റുന്നു. ഈ ടർഫ് പുല്ല് ഏറ്റവും നല്ല രീതിയിൽ തന്നെ വെച്ചെടുക്കുന്നു. മറ്റേ നമ്മുടെ വിവാദമായ ഡാൻസ് ഷോയ്ക്ക് ശേഷം ഭയങ്കര മോശാവസ്ഥയിലായിരുന്നു ഒരു സീസൺ ബ്ലാസ്റ്റേഴ്സ് ഇവിടെ കളിച്ചത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ വീണ്ടും അതേ ഫിഫ സ്റ്റാൻഡേർഡിൽ അതേ ക്വാളിറ്റിയിൽ അണ്ടർ 70 വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു ഒരുങ്ങുന്നത് അതുപോലെ അതിനേക്കാൾ മികച്ച രീതിയിലാണ് ഇപ്പൊ നമ്മൾ ടർഫ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഗുണങ്ങളും കൂടി മെസ്സി വന്നു പോയാലും ഈ സ്റ്റേഡിയം ഇവിടെ ഇതുപോലെ ക്വാളിറ്റിയിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഇന്ത്യയുടെ അടുത്ത മത്സരങ്ങൾക്ക് മത്സരങ്ങൾ തന്നെ ഇവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അത് വലിയൊരു ഗുണം തന്നെയാണ്. ഒപ്പം തന്നെ ഇപ്പോ ഒരുപാട് പഴയ മത്സരങ്ങളുടെ കഥ നമ്മൾ പറഞ്ഞു. എംഎസ്കെ ഒരു കടുത്ത കറകളഞ്ഞ ക്രിക്കറ്റ് ആരാധകനാണ്. ഇവിടുന്ന് കണ്ട മത്സരങ്ങളിലെ ഏറ്റവും നല്ല ക്രിക്കറ്റ് മെമ്മറി ഏതാണ്? ഞാൻ ലൈവായിട്ട് കണ്ട കളി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരമാണ്. 2015-16 ആ സമയത്തുള്ള ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം, ഇന്ത്യ ജയിച്ച മത്സരം. അന്ന് രവീന്ദ്ര ജഡേജ എങ്ങനെയായിരുന്നു കളിച്ചത്. പക്ഷെ ഇവിടുത്തെ കൊച്ചി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് സച്ചിൻ രമേശ് ടെണ്ടുൽക്കറാണ്. കാരണം സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ ഏകദിന കരിയറിൽ 2 പ്രാവശ്യമാണ് നമ്മുടെ തൊട്ടു പുറകില് സച്ചിൻ ടെണ്ടുൽക്കർ പവലിയൻ ഉണ്ട്. അതായത് സച്ചിൻ വിരമിച്ച ശേഷം വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ മത്സരം കൊച്ചി സ്റ്റേഡിയത്തിലാണ്. അപ്പോഴായിരുന്നു സച്ചിൻ തെണ്ടുൽക്കർ പവലിയൻ ഇവിടെ ഉണ്ടാക്കിയത്, സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. ഈ സച്ചിന്റെ ഈ 2-5 വിക്കറ്റ് ഏകദിനത്തിൽ അദ്ദേഹം 2-5 വിക്കറ്റ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിൽ 2 ഇതേ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. കാരണം ഇവിടെ വെച്ച് സച്ചിന് മറ്റേ ലെഗ് ബ്രേക്കിൽ ഇങ്ങനെ എറിയുന്നത് ഇപ്പൊ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം അതിൽ ഒന്ന് പാകിസ്ഥാനെതിരെയായിരുന്നു, ഓസ്ട്രേലിയക്കെതിരായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ മത്സരം എന്ന് പറയുമ്പോൾ ഇന്ത്യ വൈറ്റ് ജേഴ്സി അണിഞ്ഞിട്ടാണ് സച്ചിൻ അന്നത്തെ ആ ഒരു മത്സരം കളിച്ചത്. അപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ സച്ചിൻ 2 മത്സരങ്ങളിലും ക്യാപ്റ്റന്മാരെ എടുത്തത് സച്ചിനാണ്. ക്യാപ്റ്റന്മാരുടെ വിക്കറ്റ് എടുത്തത് ഏറ്റവും നിർണായകമായ രീതിയായിരുന്നു. അതിൽ പിന്നെ പാകിസ്ഥാനെതിരെ ഇൻസമാമുൽ ഹക്കിനെ ബൗൾഡ് ആക്കിയ ഒരു പന്തുണ്ട്. അത് സച്ചിൻ പന്തെറിയാൻ വരുന്നു, അത് ഈ വിക്കറ്റ് ഇതിന്റെ സൈഡിൽ കൂടെ ഓടിയിട്ട് ലെഗ് എറിയുന്നു. ആ സമയത്ത് സച്ചിൻ ആ പന്തിന് കുറച്ചൊരു പേസിലാണ് എറിയുന്നത്. അപ്പൊ ഇൻസമാമിന് ബെയിൽ പോയത് അറിയുന്നില്ല, ഓസ്ട്രേലിയ ബെയിൽ പോവുകയാണ്. അപ്പൊ ഇൻസമാം പിന്നെ അവിടെ പകച്ചു നിന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. പിന്നെ അത് ഇൻസമാം ഈ ബോൾഡായ താരമാണ്. അപ്പൊ ബോൾഡായിട്ട് പോലും അദ്ദേഹം അത് തേർഡ് അമ്പയർക്ക് കൊടുക്കുന്നു. പിന്നെ തേർഡ് അമ്പയർ റീപ്ലേക്ക് ശേഷമാണ് അത് ഔട്ട് എന്ന് മനസ്സിലാവുന്നത്, ഔട്ട് എന്ന് പിന്നെ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ ഓസ്ട്രേലിയക്കെതിരെ മത്സരം എന്ന് പറയുമ്പോൾ ഇന്ത്യ 300-ലധികം റൺസ് എടുത്തു. അപ്പൊ ഇന്ത്യ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം. ഓസ്ട്രേലിയൻ ബാറ്റർമാർ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. സ്റ്റീവ് വോ ക്രീസിലുണ്ട്. ആ സമയത്താണ് സച്ചിൻ പന്തെടുക്കുന്നത്. സ്റ്റീവ് വോൻ ഒരു കോട്ടാൻ ബോൾഡിൽ സച്ചിനെ ഔട്ടാക്കുന്നു. സ്റ്റീവ് നല്ല പേസിൽ അടിക്കുന്നപ്പോൾ കോട്ടാൻ ബോൾഡ് സച്ചിന് ഇത്രയും ആഘോഷിച്ച ഒരു വിക്കറ്റ് വേറെ ഉണ്ടാവില്ല. കാരണം ബോൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എറിഞ്ഞിട്ടുള്ള മനസ്സിലുള്ളത്. പിന്നെ ഒരുപാട് സൗരവ് ഗാംഗുലി ക്യാപ്റ്റൻ ആയതിനു ശേഷം ആദ്യമായിട്ട് വന്ന് കളിച്ചതും ഇതേ കൊച്ചിയിലാണ്. അപ്പൊ കൊച്ചി സ്റ്റേഡിയത്തിന്റെ ക്രിക്കറ്റിന്റെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് നമുക്കറിയാം 1996 ഈ ഒരു സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ശങ്കർ ദയാൽ ശർമ്മ നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡേറ്റിനും പ്രത്യേകതയുണ്ട്. ഫെബ്രുവരി 14 ആയിരുന്നു.
ഫെബ്രുവരി 14 എന്ന് പറഞ്ഞാൽ ജയേഷൻ അറിയാം. അന്ന് അങ്ങനെ പറയുന്നത് ഒരു വാലന്റൈൻസ് ഡേ. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. പിന്നെ ഈ കൊച്ചി സ്റ്റേഡിയത്തെ പറ്റി അന്നത്തെ കളി നമ്മുടെ പീറ്റർ റീബോക്ക് എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിന്റെ ഒരു കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളി എഴുത്തുകാരൻ, അദ്ദേഹം ഈ സ്റ്റേഡിയത്തെ കുറിച്ച് പറഞ്ഞത്, സ്റ്റേഡിയത്തിന്റെ അന്ന് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് ഏതാണ്ട് 70,000-ഓളം ആൾക്കാരൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഈ സ്റ്റേഡിയത്തെ കുറിച്ച് അന്ന് പീറ്റർ റീബോക്ക് പറഞ്ഞത് ഒരു കരീബിയയിൽ എത്തിയതുപോലെ എന്നാണ്. അത് നമുക്ക് ആ സമയത്ത് നമുക്കറിയാം, പഴയ വെസ്റ്റ് ഇൻഡീസിന്റെ പ്രതാപകാലത്തുള്ള അവരുടെ ആ ഒരു ആവേശം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കരീബിയൻ സ്റ്റേഡിയത്തിൽ എത്തിയതുപോലെ ഭയങ്കര ബഹളവും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു പരിപാടിയായിരുന്നു. അതുപോലെ രാജ് സിംഗ് ദുംഗാർപൂർ ആ സമയത്ത് BCCIയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈഡൻ ഗാർഡൻസ് പോലെയാണ് ഞങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരം ഇവിടെ നടന്നിട്ടുണ്ട്. ഹാൻസി ക്രോണിയ ക്യാപ്റ്റനായിരുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്ക നമ്മുടെ കോഴ വിഭാഗത്തെ തുടർന്ന് അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് മാറിയ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അന്ന് 3 വിക്കറ്റിന് സൗത്ത് ആഫ്രിക്ക തോറ്റു. ആ സമയത്ത് ഹാൻസി ക്രോണി പക്ഷേ ഈ സ്റ്റേഡിയത്തെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ശരിക്കും ഇന്ത്യയിൽ നമ്മൾ പല സ്ഥലത്തും കളിച്ചിട്ടുണ്ട്, പക്ഷെ കൊച്ചിയിലെ പോലെ ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നാണ് അന്ന്. മലയാളി പ്രേക്ഷകരുടെ ഒരു പ്രത്യേകതയാണ്. കാരണം എല്ലാ ടീമിനും ഇവിടെ ഫാൻസ് ഉണ്ടാവും എന്നുള്ളതാണല്ലോ. അപ്പോ ലോകകപ്പ് ഫുട്ബോളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ടീമിനും ഇല്ലാത്ത തരത്തിലുള്ള ഇപ്പൊ 32 ടീമുകൾ കഴിഞ്ഞ വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് എല്ലാ ടീമിനും ഇവിടെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും. എവിടെയും കിട്ടാത്ത ജേഴ്സികൾ ഇവിടെ എല്ലാ ടീമിന്റെയും ജേഴ്സികൾ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയും മറ്റൊക്കെ നമ്മൾ പലപ്പോഴും ഇവിടുന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചി സ്റ്റേഡിയം, കലൂർ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ ഈ സച്ചിൻ ടെണ്ടുൽക്കർ പവലിയൻ എന്തുകൊണ്ടാണോ ഇവിടെ കൊടുത്തത് അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മകൾ. പിന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരം നടന്നിരുന്നു. പിന്നെ ഒരുപാട് രഞ്ജി മറ്റു മത്സരങ്ങളൊക്കെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ഇത് നടന്നിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് മറ്റേ 1983 സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു പ്രദർശന മത്സരം നടന്നിരുന്നു. അപ്പൊ അന്ന് സൈജു കുറുപ്പൊക്കെ ഒന്ന് ഇവിടെ നിന്ന് കളിക്കാൻ വന്നതൊക്കെ ഓർമ്മയിലുണ്ട്. ആ സമയത്ത് സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ക്രിക്കറ്റിനെക്കാളേറെ ഇവിടുന്ന് നല്ല ഓർമ്മകൾ, അതായത് കളി കാണാൻ വന്ന പ്രേക്ഷകനായിട്ടും കളി റിപ്പോർട്ട് ചെയ്യാൻ വന്ന ആളായിട്ട് നോക്കുമ്പോൾ കുറച്ച് ഫുട്ബോൾ ഓർമ്മകളാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ ഒന്ന് പത്രത്തിലൊക്കെ വായിച്ചിരുന്ന ഒരു സാധനം 97-ലെ, അതായത് ഉദ്ഘാടനം ചെയ്തതിന്റെ പിറ്റേ ദിവസം 97-ലെ നെഹ്റു കപ്പിലെ ഇന്ത്യ ഇറാഖ് മത്സരം. അതായത് ഇപ്പോഴും ഇന്ത്യയിൽ നടന്ന ദേശീയ ടീമിന്റെ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് വെള്ളം ചീറ്റുന്നുണ്ട്. അല്ല, അപ്പോ ദേശീയ ടീമിന്റെ മത്സരങ്ങളിൽ ഇന്ത്യയിൽ നടന്ന മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉള്ളത് നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിലാണ്. 1,00,000-ന് പുറത്ത് കാണികൾ വന്നതായി ടച്ച് ലൈൻ വരെ അന്ന് കാണികൾ ഉണ്ടായിരുന്നു ഇന്ത്യ ഇറാഖ് മത്സരത്തിന്. അത് പത്രത്തിൽ വായിച്ച നല്ല ഓർമ്മയുണ്ട്, ആ ടീമുകളെ കുറിച്ചുള്ള വർണ്ണനക. അപ്പോ അന്ന് നൗഷാദ് മൂസ ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റന്, ഇപ്പോഴത്തെ അണ്ടർ-23 ടീമിന്റെ പരിശീലകന്. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത്, അതായത് മൊമെന്റ് എന്ന് പറയുന്നത്, ഒരുപാട് മത്സരങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊമെന്റ് ISL 2014 ISL-നകത്ത് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FC-യും കളിച്ച സമയത്ത് 94-ാം മിനിറ്റില് സുശാന്ത് മാത്യുവിന്റെ ഒരു ഗോളുണ്ട്, ഒരു കേളർ ഗോള്. ഹ്യൂമിന്റെ പാസ് സ്വീകരിച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് പുള്ളി പതുക്കെ ഒരു സ്കില്ല് എടുത്തുകൊണ്ട് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ചെന്നൈയിന്റെ പോസ്റ്റിലേക്ക് തൂക്കിയിറക്കിയ ഒരു ബോൾ, ഒരു കരിയിലെ കിക്ക് കണക്ക് ബോൾ പറന്നിറങ്ങിയ ഒരു സാധനം. അതൊരു അസാധ്യ ഗോളായിരുന്നു. ശരിക്കും സ്റ്റേഡിയം, നമ്മളിവിടെ മീഡിയ റൂമിൽ നിന്നാണ് ആ മത്സരം കാണുന്നത്, സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കായിരുന്നു. ISL, അതായത് ഇപ്പോൾ ഒരു 10 സീസൺ കഴിഞ്ഞു 11ാമത്തെ സീസണാണ്. ISL ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ എന്ന് പറയാവുന്ന ഒരു ഗോളായിരുന്നു. അത് നല്ലൊരു ഗംഭീര മൊമെന്റ് ആയിരുന്നു. അത്തരത്തിൽ നല്ല ഒരുപാട് മൊമെന്റുകൾ, കായിക മുഹൂർത്തങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു സഞ്ചയം തന്നെ പറയാം. ഇപ്പൊ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ദേശത്തിന് കൂടുതലും ഫുട്ബോൾ ഓർമ്മകളാണല്ലോ. കാരണം ഹ്യൂമേട്ടനൊക്കെ ഇവിടെ വന്ന് ഒരുപാട് മലയാളിയുടെ സ്വന്തമായിരുന്നു ഹ്യൂമേട്ടന്. ഇപ്പോ ജോസു കുറൈസ്, ഒരുപാട്. പിന്നെ റീസെന്റ് പ്ലേയേഴ്സ് നോക്കുമ്പോൾ ഇപ്പൊ ലൂണയ്ക്ക് ഒരുപാട് ഫാൻസ് ഉള്ളത്. ഇപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാൻഡ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവാൻ വുക്കമിനോവിച്ച് വന്ന് വുക്കമിനോവിച്ചിന് നേരെ നോക്കി മലയാളികൾ മറ്റേ കടുങ്കാപ്പി പാട്ട് പാടുന്നു. അതൊക്കെ ഭയങ്കര ഫീൽ സാധനമാണ്. ഇവിടെ കരൂരിലെ കഥകൾ പറയുമ്പോൾ ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം നഷ്ടപ്പെട്ടു പോയ ഫാൻസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വലിയ പങ്ക്. സച്ചിൻ ആയിരുന്നല്ലോ ആദ്യത്തെ ബ്ലാസ്റ്റേഴ്സ് ഓണർ. അപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ പവലിയൻ ഇവിടെ ഉണ്ട്, സച്ചിൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഓണറായി വരുന്നു. അപ്പൊ അതിന്റെതും ആ സമയത്ത് ഭയങ്കര ടീമായിട്ട് വരുന്നു പറയുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ആണ്. ഫസ്റ്റ് സീസണിലെ മത്സരത്തിന് വരുമ്പോൾ സച്ചിനും ഗാംഗുലിയും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു നൊസ്റ്റാൾജിക് അനുഭവം നമ്മുടെ പിന്നെ സച്ചിൻ ബ്ലാസ്റ്റേഴ്സിന്റെ മുതലാളിയായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജി നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
ഉറപ്പായിട്ടും. പിന്നെ ഉള്ളത് മറ്റൊരു കാര്യം, ടോണി ഗ്രേക്ക്, നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന കമന്റേറ്റർ, അദ്ദേഹം ഈ സ്റ്റേഡിയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഗാബ എന്നാണ്. ഗാബയിൽ, ഓസ്ട്രേലിയയിലെ ഗാബ എന്ന് പറയുന്നത് ഏറ്റവും പ്രശസ്തമായ സ്റ്റേഡിയം, ഇന്ത്യയുടെ ടെസ്റ്റ് വിഖ്യാതമായ ഋഷഭ് പന്തിന്റെ. അപ്പൊ ആ ഒരു സ്റ്റേഡിയത്തോടൊക്കെ ഉപമിച്ച് അത്രയും ചരിത്രമുള്ള ഒരു സ്റ്റേഡിയമാണ് സച്ചിന്റെ ചരിത്രം, അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രം, അതുപോലെ മറ്റൊരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങളുടെ ഒരു ചരിത്രമുള്ള ഒരു സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോ. ആ ചരിത്രമുള്ള സ്റ്റേഡിയത്തിലാണ് ചരിത്രപരമാകാൻ പോകുന്ന മത്സരം നടക്കാൻ പോകുന്നത്. ചരിത്രത്തിന്റെ വേറെ പീക്ക് ലെവലിലേക്ക് എത്താൻ പോവുകയാണ്. അതെ അതെ. ലയണൽ മെസ്സിയുടെ അർജന്റീനയും മാത്യു റയാന്റെ ഓസ്ട്രേലിയയും നവംബർ 17-ന് ഒരു മാസം ആവുന്നേ ദാമോദരന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. അപ്പോൾ ആ ഒരു മത്സരത്തിനായി കേരളം, ഇന്ത്യ മൊത്തം കാത്തിരിക്കുകയാണ്. ഒരു മാസം മാത്രമാണുള്ളത്. അതിന്റെ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ടാക്ടിക്സ് ആക്കാന്ന് വെച്ചു അല്ലേ, ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അതെ. അപ്പൊ എന്തായാലും മാത്രമല്ല നമുക്ക് പറയാനുള്ളത്, ടാക്ടിക്സിന്റെ പ്രേക്ഷകർക്ക്, സ്പോർട്സ് റിപ്പോർട്ടറിന്റെ പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ടിക്കറ്റ് എല്ലാവരും ചോദിക്കുന്നു എപ്പോൾ ടിക്കറ്റ് സെയിൽ ഓപ്പൺ ആവും, എങ്ങനെ കിട്ടുമെന്നൊക്കെ ഉള്ള. സ്പോർട്സ് റിപ്പോർട്ടറിന്റെ പ്രേക്ഷകർക്ക് ഓസ്ട്രേലിയ അർജന്റീന മത്സരത്തിന്റെ ലയണൽ മെസ്സിയെ കാണാനുള്ള മത്സര ടിക്കറ്റുകൾ നമ്മൾ കൊടുക്കും. അത് നമ്മൾ വരും എപ്പിസോഡുകളിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും ഈ ടാക്ടിക്സിന്റെ സ്പെഷ്യൽ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ഇതിന്റെ ചുവടെ. ഒപ്പം തന്നെ പ്രേക്ഷകർക്ക്, അവർക്ക് ഇപ്പോ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാമെന്നല്ലാതെ ഇന്ത്യയുടെ മറ്റു മത്സരങ്ങളൊക്കെ കാണാമെന്ന ഒരുപാട് പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട്. അവരുടെ മികച്ച ഓർമ്മകൾ എന്താന്നുള്ളത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പങ്കുവയ്ക്കുക. താങ്ക് യു.